മുൻപേ സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ ആകെപ്പാട് ടെൻഷൻ അടിച്ച് വിറച്ചുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് ഓടി വരുന്നത്. അവിടെ എത്തിയ ഉടനെ തന്നെ ഗോവർദ്ധനോട് ചോദിക്കാണ്, എടാ ഗോവർദ്ധന, അലീനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കും. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, ഇല്ല ബാലേട്ടാ, 7 മണിക്ക് ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് പോയതല്ലേ എന്ന് ഗോവർദ്ധനൻ മറുപടി പറയുമ്പോൾ ബാലചന്ദ്രന്റെ ദേഷ്യം അങ്ങ് ഇരിച്ചു കയറാണ്. അതൊക്കെ എനിക്കറിയാമടാ, അത് കഴിഞ്ഞ് നീ വല്ലതും അന്വേഷണം നടത്തിയോ? ഇവിടെ നിന്നും പോയ ഓട്ടോ ഏതാണെന്നോ എങ്ങോട്ടേക്കാണ് പോയതെന്നോ ഒന്ന് വല്ലതും തിരക്കിയോ എന്ന് ചോദിക്കുമ്പോൾ അതില്ല എന്ന് ഗോവർദ്ധനൻ പറഞ്ഞു. ബാലചന്ദ്രൻ ആകെ കട്ടക്കലിപ്പിലാണ് നിൽക്കുന്നത്. അന്നേരം അവിടെ സുനന്ദേച്ചിയുടെ ഭർത്താവ് നിൽക്കുന്നുണ്ടായിരുന്നു. അയാളൊരു പോലീസുകാരനാണ്. അയാൾ ചോദിക്കുന്നുണ്ട്, നമുക്ക് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോ എന്ന് ചോദിക്കും. അന്നേരം അവർ പറയുന്നുണ്ട്, ഏയ് ഇല്ല, പരാതി കൊടുത്തൊരു കേസ് ചാർജ് ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊരിപ്പോരുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് അത്ര ധൃതി വെക്കണ്ട, ഒന്ന് ആലോചിച്ചിട്ടൊക്കെ മതിയെന്ന് പറയും. ബാലചന്ദ്രൻ ടെൻഷൻ കൊണ്ട് വട്ടായൊരവസ്ഥയിലായിരിക്കും. ദേഷ്യത്തോടെ ഗോവർദ്ധനനെ നോക്കി പറയുന്നുണ്ട്, നീ ഇവിടെ തന്നെ ഇരുന്നോ, എന്തെങ്കിലും ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞാൽ ഒന്നും ചെയ്യത്തില്ലല്ലോ, എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്നൊക്കെ ആക്രോശിച്ചുകൊണ്ടായിരിക്കും കൃഷ്ണമോളോടും പറഞ്ഞിട്ട് വാ മോളെ എന്നൊക്കെ പറഞ്ഞ് ടൗണിലൊക്കെ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് കൃഷ്ണമോളെയും കൂട്ടി അവിടെ നിന്ന് പുറത്തേക്ക് പോയി നോക്കുകയാണ് ബാലചന്ദ്രൻ. ആ സമയം നോക്കി ആനന്ദം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ബാലേട്ടാ, ടൗണിലേക്കാണെങ്കിൽ എന്നെയും കൂടി ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ എന്ന്. അന്നേരം ഞാൻ ടൗണിലേക്കല്ല പോകുന്നത് എന്നും എല്ലാവർക്കും അവനവൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ നേരെ വണ്ടി എടുത്ത് ഇവിടുന്ന് പോയി. പിന്നീട് കാണിക്കുന്നത് അലീനയാണ്. ഒരു വാനിൽ അലീനയെ ഒരു ഒറ്റപ്പെട്ട പഴയ വീട്ടിലേക്ക് ഗുണ്ടകൾ കൊണ്ടുവരികയാണ്. അലീന വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. അന്നേരം അവർ വലിച്ചഴിച്ച് താഴേക്കങ്ങ് ഇറക്കി. കൂടെയുള്ള ഒരുത്തൻ ചോദിക്കുന്നുണ്ട്, എടാ ഇതിനൊക്കെ എന്ത് ചെയ്യണം, ഇവിടെ സൂക്ഷിക്കണോ അതോ ഇപ്പോഴേ അങ്ങ് തീർത്ത് കളയണോ എന്ന്. അന്നേരം അതൊക്കെ ചോദിച്ചിട്ട് പറയാമെന്ന് മറ്റൊരുത്തൻ മറുപടി നൽകി. എന്നിട്ട് അലീനയെ ഒരു റൂമിലേക്ക് അങ്ങ് തള്ളിവിടുകയാണ്. അവിടെ മുഴുവൻ പഴയ ആക്രി സാധനങ്ങളും കച്ചറ സാധനങ്ങളും മാത്രമായിരിക്കും. അലീന അവിടെ കിടന്ന് വാതിലൊക്കെ തല്ലി തല്ലി കരയുന്നുണ്ട്. വാതിൽ തുറക്ക്, വാതിൽ തുറക്ക് എന്നൊക്കെ അങ്ങനെ വിളിച്ചു കൂവും. ആ മുറിക്ക് 2 ജനലുകളുണ്ടായിരുന്നു. അവളത് ഒരു കൈ കൊണ്ട് തന്നെ കുത്തി തുറന്ന് ആരെങ്കിലും ഉണ്ടോ ഒന്ന് രക്ഷിക്കണേ എന്നൊക്കെ പുറത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ച് അലറി വിളിച്ച് കരയുന്നുണ്ട്. അലീന അവിടെ വെറുതെ അങ്ങ് ഇരിക്കല്ലേ ചെയ്യുന്നത്. ആ സമയം കൊണ്ട് തന്നെ തൻ്റെ കയ്യിലുള്ള കെട്ടുകളൊക്കെ കടിച്ചു പറിച്ച് അഴിക്കാൻ വേണ്ടിയിട്ട് ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട്. ആകെ ടെൻഷനോടെയാണ് അവൾ ആ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് നിൽക്കുന്നത്. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവൾ വാതിൽ അകത്ത് നിന്ന് കുറ്റിയിട്ടിരുന്നു. പിന്നീട് ബാലചന്ദ്രൻ മനുവിനെ വിളിക്കുന്നുണ്ട്, എടാ നീ എവിടെയാണ് മനു? അന്നേരം അങ്കിളിനെ കാണാൻ ഞാൻ വരികയാണെന്ന് മനു പറയും. ബാലചന്ദ്രൻ സങ്കടത്തോടെ പറയുന്നുണ്ട്, ഞാൻ ഹോസ്പിറ്റലിൻ്റെ മുന്നിലുണ്ട്, ഒരു വലിയ പ്രശ്നമായിരിക്കുന്നു, അലീനയെ കാണാനില്ല എന്ന് പറയും. എന്നാൽ അലീനയെ കാണാനില്ല എന്നറിഞ്ഞതോടുകൂടി തന്നെ മനു ആകെ ഞെട്ടിപ്പോയി. എന്ത്, അലീനയെ കാണാനില്ലെന്നോ? അങ്കിൾ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ വൈജയന്തിക്ക് കൂട്ടിരുന്നിട്ട് 7 മണിയോടെ വീട്ടിലേക്ക് വരാനിരുന്നതാണ്. പക്ഷേ വീട്ടിലേക്ക് അവൾ എത്തിയില്ല. ആരോ അവളെ കിഡ്നാപ്പ് ചെയ്തു എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു. മനുവിനാണെങ്കിൽ ഇത് കേട്ട് ശരിക്കും ഒരു ഷോക്കായി. മനുവിന് വിശ്വസിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ തൻ്റെ അച്ഛനും കൊച്ചച്ഛനും തന്നെയാണ് എന്ന് ബാലചന്ദ്രൻ തറപ്പിച്ച് പറയുന്നത്. മനു ചോദിക്കുന്നുണ്ട്, അവർ ഇത്ര വലിയ വിഡ്ഢിത്തരമൊന്ന് കാണിക്കുമോ എന്ന്. അന്നേരം ഇതല്ല, ഇതിനപ്പുറവും അവർ ചെയ്യും, ഇതൊരു തീക്കളിയാണെന്നും ബാലചന്ദ്രൻ താക്കീത് നൽകി. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്ന പോലെയല്ല കാര്യങ്ങൾ മാറാൻ പോകുന്നത് എന്ന് മനു പറഞ്ഞു. അങ്കിള് പേടിക്കണ്ട, ഞാൻ ഹോട്ടലിൽ പോയിട്ട് അവരെ ഒന്ന് നോക്കാം, ബാലചന്ദ്രൻ പറഞ്ഞു. നിനക്ക് എവിടെയെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അന്വേഷിക്കണം. നിന്റെ അച്ഛനെയും കൊച്ചച്ഛനെയും പിന്നെ ആ ഹരിയെയും ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതാണ് എന്നും പറയാണ് ബാലചന്ദ്രൻ. ഫോൺ വെച്ച ഉടനെ തന്നെ കൃഷ്ണമോളും പറയുന്നുണ്ട്, അച്ഛാ അവർ തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഇത് ചെയ്തത് എന്ന് കൃഷ്ണമോളും അഭിപ്രായപ്പെടും. ഇതിനിടയിൽ തന്നെ ഗുണ്ടകളെല്ലാം വന്നുകൊണ്ട് തന്നെ അലീനയുടെ വാതിലിങ്ങനെ തട്ടി വിളിക്കുകയാണ്, തുറക്കടി, എടി ഒരുമ്പെട്ടവളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് തന്നെ ആകെ ബഹളം വെക്കും. തുറന്നില്ലെങ്കിൽ ഞങ്ങളങ്ങ് ചവിട്ടിപ്പൊളിക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അന്നേരം മനു നേരെ ഹോട്ടലിലേക്ക് എത്തി. അവിടെ ശിവശങ്കരൻ ഉറങ്ങുകയായിരുന്നു. മനുവിനെ കണ്ടതും ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്, എടാ നീ എന്താണ് മനു ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കും. മനു ചോദിച്ചു, നിങ്ങൾക്കിവിടെ എന്താണ് പരിപാടി എന്ന്. വൈജയന്തിക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് റൂം എടുത്ത് നിൽക്കുകയാണ് എന്ന് ശിവേട്ടൻ ന്യായീകരിച്ചു. മനു വിട്ടുകൊടുത്തില്ല. അങ്കിൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് എന്നും നിങ്ങളിവിടെ എന്തിനാണ് ഗൂഢാലോചന നടത്തുന്നതെന്നും അവൻ ചോദിച്ചു. അലീനെ നിങ്ങളെല്ലാവരും ചേർന്ന് എന്ത് ചെയ്തു എന്ന് മനു അവരോട് ചോദിക്കുമ്പോൾ അവൾ വല്ലവൻ്റെയും കൂടെ പോയിട്ടുണ്ടാവുമെന്ന ശിവേട്ടൻ്റെ മറുപടി മനുവിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. അച്ഛനൊരു അന്തസ്സില്ലാത്ത തെരുവ് പെണ്ണുങ്ങളെ പോലെ സംസാരിക്കരുത് എന്ന് അവൻ പറഞ്ഞു. നിങ്ങൾ ഗുണ്ടകളെ വെച്ച് ഇത് ചെയ്യിച്ചതാണെന്ന് എനിക്കറിയാം. ഇത് പോലീസ് കേസായാൽ പിന്നെ നിങ്ങളെല്ലാവരും അകത്തു പോകുമെന്നും മനു അവർക്ക് മുന്നറിയിപ്പ് നൽകി. രാജീവൻ മനുവിനെ വിരട്ടാൻ നോക്കിയെങ്കിലും മനു അതൊന്നും വകവെച്ചില്ല. ശിവേട്ടനോട് അവൻ പറഞ്ഞു, ഈ കളി ഇവിടെ നിർത്തി. അലീനയോട് തോറ്റു തൊപ്പിയിട്ട് ചൂലടി വാങ്ങിക്കാനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ആ അങ്കിളിൻ്റെ കാല് പിടിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. കുടുംബത്തിന് മിച്ചമുള്ള മാനം കൂടി കളയരുത് എന്നും പറഞ്ഞ് മനു അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോവാണ്.
പിന്നീട് മനു ഗംഗാധരനെ വിളിച്ചു. വലിയച്ഛൻ എവിടെയെത്തിയെന്ന് ചോദിച്ചപ്പോൾ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങി പാലാക്ക് വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അലീനയെ കാണാനില്ല എന്നും ഇതിന് പിന്നിൽ തൻ്റെ അച്ഛനും കൊച്ചച്ഛനും തന്നെയാണെന്ന് മനു അവരോട് പറഞ്ഞു. ഗംഗാധരൻ ഉടനെ തന്നെ ഹോട്ടൽ ലൊക്കേഷൻ വാങ്ങി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ഹോസ്പിറ്റലിൽ ഗോവർദ്ധനൻ സുലോചനയെ വിളിച്ച് പറയാണ് ശിവേട്ടൻ തന്നെ വിളിച്ച് സമയം കളഞ്ഞതാണെന്നും അലീന ബാലേട്ടൻ്റെ മകളാണെന്നും അവൾക്ക് എന്തെങ്കിലും തന്നെ പറ്റിയാൽ അദ്ദേഹം എല്ലാവരെയും വെടിവെച്ച് കൊല്ലുമെന്നും. പിന്നീട് ഗംഗാധരൻ ഹോട്ടലിലേക്ക് എത്തി ശിവേട്ടനെയും രാജീവനെയും ശകാരിച്ചു. നിങ്ങളായിട്ട് സർവനാശം ഉണ്ടാക്കരുത് എന്നും അലീനയെ വിട്ടുകൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗംഗാധരൻ്റെ വാക്കൊന്നും തന്നെ ശിവേട്ടനും രാജീവേട്ടനും കേൾക്കുന്നില്ല എങ്കിലും ഗംഗാധരൻ എന്തോ മനസ്സിലുറപ്പിച്ചതുപോലെ തന്നെ അവരോട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നാളത്തെ സൂപ്പർ കിടിലൻ പ്രൊമോ തന്നെയായിരിക്കും. നാളത്തെ പ്രൊമോയിൽ ബാലേട്ടനും ഗംഗാധരനും ഹോട്ടലിലേക്ക് എത്തി സത്യമെല്ലാം തന്നെ വെളിപ്പെടുന്നു. അലീന ബാലചന്ദ്രൻ്റെ മകളല്ല, അത് വൈജയന്തിയുടെ സ്വന്തം മകളാണെന്ന് കേട്ടതോടുകൂടി തന്നെ ശിവേട്ടനും രാജീവനും ആകെ അന്തം വിട്ട് നിൽക്കുന്ന ഒരു സൂപ്പർ പ്രൊമോ കേട്ടോ നാളെ കാണിക്കുന്നത്. സ്വന്തം പെങ്ങളുടെ മകളോടാണ് നിങ്ങൾ ഈ ക്രൂരത ചെയ്തത് എന്നെല്ലാം തന്നെ ഗംഗാധരൻ ഓർമ്മപ്പെടുത്തുന്ന സമയത്തിന് ശിവേട്ടനും രാജീവനും ഇതൊട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയാതെ ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുന്ന സീനും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളത്തെ എപ്പിസോഡായിട്ട് ഉടനെ തന്നെ ഞാൻ വരാട്ടോ. ബൈ.